സോഹോ ബുക്സിൻ്റെ ഈ സെഷനിൽ നമ്മൾ സാലറി എൻട്രീസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോഹോ പേറോൾ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് സാലറി എൻട്രീസ് സോഹോ ബുക്സിൽ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സോഹോ പേറോളിൽ പേറൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊവിഷൻ എൻട്രി അതേപോലെ പേയ്മെൻറ്റ് എൻട്രിയും നമുക്ക് ബുക്സിലേക്ക് പോസ്റ്റ് ആയിക്കോളും. ഇനി അതല്ല, സോഹോ ബുക്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് സോഹോ ബുക്സിലെ സാലറി എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് സെനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ സെയിം മന്തിൽ തന്നെയാണ് സാലറി കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം മെയ് മാസമായിരുന്നു. അപ്പോൾ മെയ് മാസത്തെ സാലറി നമ്മൾ പേ ചെയ്യുന്നത് ആ ഒരു മെയ് മാസത്തിൻ്റെ അവസാനം തന്നെയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ പേയ്മെൻറ്റ് എൻട്രി മാത്രം പോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി അതല്ല, നമ്മൾ മെയ് മാസത്തെ സാലറി പേ ചെയ്യുന്നത് ജൂൺ മാസത്തിൻ്റെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊവിഷൻ എൻട്രിയും കൂടെ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ എൻട്രി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പേയ്മെൻറ്റ് എൻട്രി നമ്മൾ ഇപ്പം കഴിഞ്ഞ മാസത്തെ ഒരു എൻട്രി നെക്സ്റ്റ് മന്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും അങ്ങനെ ഒരു എക്സ്പെൻസ് ഫെച്ച് ആവുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പ്രോഫിറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ആ മാസത്തെ എക്സ്പെൻസ് എല്ലാം പ്രൊവിഷൻ എൻട്രി ഇട്ട് ആ മാസം തന്നെ ബുക്ക് ചെയ്യുന്നത്. അതായത് പ്രൊവിഷൻ എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആയിട്ടൊരു പേയബിൾ എൻട്രിയാണ്. ഇത് സാലറിക്ക് മാത്രം അപ്ലിക്കബിൾ ആവുന്ന കാര്യമല്ല. റെന്റ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, യൂട്ടിലിറ്റി എക്സ്പെൻസ്, ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും ഒരു മന്ത് ഇൻകർ ചെയ്തിട്ട് നെക്സ്റ്റ് മന്തിലാണ് അതിൻ്റെ ബില്ല് റിസീവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പ്രീവിയസ് മന്തിൽ, അതായത് ആ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന മന്തിൽ തന്നെ അതിൻ്റെ പേയബിൾ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ആ മാസത്തെ പ്രോഫിറ്റ് നമുക്ക് റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ സാലറി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സാലറി ഇപ്പം നിങ്ങൾ ജസ്റ്റ് സെയിം മന്തിൽ തന്നെയാണ് അതിൻ്റെ എൻട്രി എമൗണ്ട് പേ ചെയ്യുന്നതുണ്ടെങ്കിൽ ബാങ്കിങ്ങിൽ വന്നിട്ട് നമ്മൾ ആ സാലറി എക്സ്പെൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ മാനുവൽ ജേർണലിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പുതിയ ജേർണൽ എൻട്രി ക്രിയേറ്റ് ചെയ്താൽ മതി. സാലറി എക്സ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തിട്ട് ബാങ്കിനെ അല്ലെങ്കിൽ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ സാലറിൻ്റെ എൻട്രി പോസ്റ്റ് ആവും. സെക്കൻഡ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നമ്മൾ ഈ മാസത്തെ സാലറി നെക്സ്റ്റ് മന്തിലാണ് പേ ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു പേയബിൾ അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാലറിൻ്റെ എക്സ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ സാലറിൻ്റെ ഒരു പേയബിൾ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഈ പേയബിൾ അക്കൗണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് ചില ഓർഗനൈസേഷൻസ് പറയും അവർക്ക് ഓരോ എംപ്ലോയിക്കും എത്ര പേ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എത്ര പേ ചെയ്തു എന്നുള്ളതിൻ്റെ കണക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ആ എംപ്ലോയി വൈസിൽ തന്നെ പേയബിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ 3 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. എ, ബി, സി എന്ന് പറയുന്ന 3 പേരുണ്ട്. അപ്പം നമ്മൾ ഈ എ പേയബിൾ അക്കൗണ്ട്, ബി പേയബിൾ അക്കൗണ്ട്, സി പേയബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 3 പേയബിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രൊവിഷൻ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടതും പേയ്മെൻറ്റ് എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടതും. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എയുടെ പേയബിൾ അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അയാൾക്ക് എത്ര സാലറി നമ്മൾ പേ ചെയ്തിട്ടുണ്ട്, അതേപോലെ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേ അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മളൊരു പേയബിൾ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ട് ന്യൂ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മൾ പേയബിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ലൈബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതർ കറണ്ട് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അക്കൗണ്ട് നെയിമിനായിട്ട് ഞാൻ കൊടുക്കുന്നത് എ സാലറി പേയബിൾ എന്നുള്ളൊരു ലെഡ്ജറാണ്. ഇവിടെ നമ്മൾ സേവ് കൊടുക്കുന്നു. അതേപോലെ തന്നെ എനിക്കൊരു ബി എന്ന് പറയുന്ന ഒരു എംപ്ലോയിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ബി സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജറും കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ 2 ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസം അവസാനമാകുമ്പം പ്രൊവിഷൻ എൻട്രി നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ന്യൂ എൻട്രി കൊടുക്കുക. അപ്പം നമ്മൾ മെയ് മാസത്തെ ആണെന്നുണ്ടെങ്കിൽ മെയ് 31 എന്നുള്ള ഡേറ്റ് കൊടുക്കുക. നരേഷനായിട്ട് സാലറി പേയബിൾ ഫോർ ദി മന്ത് ഓഫ് മെയ് 2025 എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് സാലറി ആൻഡ് എംപ്ലോയി വേജ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആ എമൗണ്ട് കൊടുക്കുന്നു, ടോട്ടൽ എമൗണ്ട് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ സ്പ്ലിറ്റ് അപ്പ് കൊടുക്കുന്നു. എയുടെ സാലറി പേയബിൾ 30,000 ആണ്. അതേപോലെ തന്നെ ബീൻ്റെ സാലറി പേയബിൾ 20,000 ആണ്. ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സേവ് ആൻഡ് പബ്ലിഷ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ പ്രൊവിഷൻ എൻട്രി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു എൻട്രി എന്ന് പറയുന്നത്, നമ്മൾ 31 ഇത് ബുക്ക് ചെയ്തു, ഇനി ജൂൺ 5 നമ്മളിത് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ
2 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ബാങ്കിൽ വന്നിട്ട് HDFC എന്നുള്ള ബാങ്കിൽ വന്നിട്ട് ആഡ് ട്രാൻസാക്ഷനിൽ വന്നിട്ട് ഇവിടെ നമ്മൾക്ക് ഡയറക്റ്റ് അത് എക്സ്പെൻസ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എക്സ്പെൻസ് അക്കൗണ്ട് സാലറി പേയബിൾ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എമൗണ്ട് 30,000 എന്നുള്ളത് കൊടുക്കുക. ദെൻ സേവ് ചെയ്യുക. ഇപ്പോൾ ബീൻ്റെ നമ്മൾ പേ ചെയ്യുമ്പം ഇതേപോലെ തന്നെ ബീൻ്റെയും നമ്മൾ ബി സാലറി പേയബിൾ എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എമൗണ്ട് ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ സേവ് ചെയ്യാം. ഇത് നമ്മളിനി റിപ്പോർട്ട്സിൽ പോയിട്ട് ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ അവരുടെ ഒരു ഹിസ്റ്ററി കാണാനായിട്ട് പറ്റും. പേയിൻ്റെ സാലറി പേയബിൾ എന്നുള്ള ലെഡ്ജർ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ പേ ചെയ്തിട്ടുള്ള സാലറി മൊത്തം കാണാനായിട്ട് ഇവിടെ പറ്റും. കണ്ടില്ലേ? ജൂൺ മാസത്തെ നമ്മൾ പ്രൊവിഷൻ അണ്ടർ 30,000 ബുക്ക് ചെയ്തു. അതിനുശേഷം ജൂൺ മാസത്തിൽ തന്നെ നമ്മൾ എന്ത് പേ ചെയ്തിട്ടുണ്ട് 30,000. ഇങ്ങനെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു എംപ്ലോയിൻ്റെ. നിങ്ങൾക്ക് ഇതുപോലെ എംപ്ലോയി വൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിനും കൂടി ഒരു സാലറി പേയബിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് സാലറി പേയബിളിൻ്റെ ലെഡ്ജർ ഇടുന്ന സമയത്ത് ഈ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ടിന് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്താൽ മതി. എംപ്ലോയി വേജസ് ആൻഡ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തിട്ട് സാലറി പേയബിളിനെ ക്രെഡിറ്റ് ചെയ്യുമ്പം എല്ലാ എംപ്ലോയിനെയും കൂടെ ടോട്ടൽ എമൗണ്ട് അവിടെ കൊടുത്താൽ മതിയാവും. ഇതിന് വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്കിങ്ങനെ ഒരു സാലറി പേയബിൾ അക്കൗണ്ട് എംപ്ലോയി വൈസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു 20 എംപ്ലോയീസ് വരെയൊക്കെ ഇങ്ങനെ മാനുവലായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 20ൽ കൂടുതലുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എൻട്രി പോസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എപ്പോഴും ഒരു പേറോൾ സോഫ്റ്റ്വെയർ എടുക്കുന്നതാണ് നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. സോഹോ പേറോൾ പോലുള്ള സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബുക്സുമായിട്ട് ഇൻ്റഗ്രേഷൻ ഉണ്ട്. എൻട്രീസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ആയിക്കോളും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്.